ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 72ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം, താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: പാർസെക്ക്, പ്രകാശവർഷം, ചന്ദ്രശേഖർ പരിധി, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ചന്ദ്രശേഖർ പരിധി. രണ്ടാമത്തെ ചോദ്യം, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം എത്ര? ഓപ്ഷൻസ്: നെഗറ്റീവ്, പോസിറ്റീവ്, 0 ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, നെഗറ്റീവ്. താഴെ തന്നിരിക്കുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത്? ഓപ്ഷൻസ്: യാൾട്ട സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, പാരീസ് സമ്മേളനം, പോസ്റ്റ്ഡാം സമ്മേളനം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, പാരീസ് സമ്മേളനം. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? കാണ്ഡ്ല നവശേവ, കാണ്ഡ്ല പാരദ്വീപ്, നവശേവ മർമഗോവ, കാണ്ഡ്ല ഹാൽദിയ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കാണ്ഡ്ല നവശേവ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ ഏതെല്ലാം? ഓപ്ഷൻസ്: ഭാബർ ടെറായ് ബങ്കർ, ഭാബർ ടെറായ് എക്കൽ സമതലങ്ങൾ, ടെറായ് ബങ്കർ ഖാദർ, ബങ്കർ ഖാദർ ബാബർ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ഭാബർ ടെറായ് എക്കൽ സമതലങ്ങൾ. ആറാമത്തെ ചോദ്യം, ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? ഓപ്ഷൻസ്: ഭൂവികസന ബാങ്ക്, വാണിജ്യ ബാങ്ക്, ഗ്രാമീണ മേഖല ബാങ്ക്, സഹകരണ ബാങ്ക്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ഭൂവികസന ബാങ്ക് ആണ്. ഏഴാമത്തെ ചോദ്യം, സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തെയാണ്? ഓപ്ഷൻസ്: മുട്ട, പഴം, പച്ചക്കറി, പരുത്തി, പാൽ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, പഴം, പച്ചക്കറി. PC മഹൽനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? ഓപ്ഷൻസ്: സംഖ്യ, ജനറൽ തിയറി, മൈക്രോ എക്കണോമിക്സ്, ദ എക്കണോമിക്സ്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, സംഖ്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻസ്: 2ാം പഞ്ചവത്സര പദ്ധതി, 3ാം പഞ്ചവത്സര പദ്ധതി, 4ാം പഞ്ചവത്സര പദ്ധതി, 5ാം പഞ്ചവത്സര പദ്ധതി. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതി. 10ാമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിന്റെ ഭാഗമായി അവയുടെ ഗവൺമെന്റ് ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്ന നടപടി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, നിക്ഷേപ വിൽപ്പന, ആഗോളവൽക്കരണം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, നിക്ഷേപ വിൽപ്പന. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്